നമ്മുടെ ഗ്രൗണ്ട് ഇംപ്രൂവ്മെന്റിലെ മൊഡ്യൂൾ 1-ലെ നെക്സ്റ്റ് ടോപ്പിക് ആണ് സസ്റ്റൈനബിൾ മെത്തേഡ് ഓഫ് ഗ്രൗണ്ട് ഇംപ്രൂവ്മെന്റ്. നമ്മളിപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഗ്രൗണ്ട് ഇംപ്രൂവ്മെന്റ് ടെക്നിക്സ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്കറിയാം അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോയിലിലേക്ക് എക്സ്ട്രാ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കെമിക്കൽസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ജിയോ സിന്തറ്റിക് മെറ്റീരിയൽസ് പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സോയിലിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ അത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. അത് ചിലപ്പോൾ ടോക്സിക് ആവാം, പിന്നെ അതേപോലെ തന്നെ കോസ്റ്റ്ലി ആണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ കെമിക്കൽസ് ഒക്കെ സോയിലിലേക്ക് കൊടുക്കുമ്പോൾ അത് ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേറ്റ് ചെയ്യുക, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കിക്കൊണ്ടുള്ള മെത്തേഡ്സ് ആണ് ഈ സസ്റ്റൈനബിൾ മെത്തേഡിൽ പറയുന്നത്. അതായത് നമുക്ക് കുറച്ചും കൂടി എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ്, നമ്മളിപ്പോൾ പറഞ്ഞ ഈ കൺവെൻഷണൽ മെത്തേഡ്സിനേക്കാളും അത് യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, ഈ സോയിൽ പൊല്യൂഷനും ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷനും ഒക്കെ കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിൽ വരുന്നതാണ് ഈ മൈക്രോ ബയോളജിക്കൽ പ്രോസസ് എന്ന് പറയുന്നത്. അതൊരു സസ്റ്റൈനബിൾ മെത്തേഡ് ഓഫ് ഗ്രൗണ്ട് ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പൊ ഈ മൈക്രോബിയൽ മെത്തേഡ്സിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ബാക്ടീരിയാസിനെ അല്ലെങ്കിൽ മൈക്രോബ്സിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രൗണ്ട് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നത്. ബാക്ടീരിയാസിനെ അല്ലെങ്കിൽ മൈക്രോബ്സിനെ യൂസ് ചെയ്തിട്ട് ഗ്രൗണ്ട് ഇംപ്രൂവ്മെന്റ് ചെയ്യാണ് മൈക്രോബിയൽ മെത്തേഡ്സിൽ ചെയ്യുക. ഓക്കെ, അപ്പോ ഈ മൈക്രോബ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് സോയിലിൽ യൂസ് ചെയ്യാം. ആ രണ്ട് മെത്തേഡ്സ് ആണ് ബയോ സ്റ്റിമുലേഷൻ ആൻഡ് ബയോ ഓഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ബയോ സ്റ്റിമുലേഷൻ പ്രോസസ്സിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻസിറ്റു മൈക്രോബ്സ് ആണ്. അത് സോയിലിൽ ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള മൈക്രോബ്സിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സോയിലിന്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുത്തുന്നത്. അപ്പൊ ഈ മൈക്രോബ്സിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സിമെന്റേഷൻ സൊല്യൂഷനും കൂടി എക്സ്റ്റേണലി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതാണ് ബയോ സ്റ്റിമുലേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. സോയിലിൽ ഓൾറെഡി പ്രസന്റ് ആയിട്ടുള്ള മൈക്രോബ്സിനെ ആയിരിക്കും നമ്മൾ ആ ഒരു പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു മെത്തേഡാണ് ബയോ ഓഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അതിലെന്താന്ന് വെച്ചാൽ സോയിലുള്ള ബാക്ടീരിയാസിനെ അല്ല, ലബോറട്ടറി കൾച്ചേർഡ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സോയിലിലേക്ക് എക്സ്ട്രാ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്, എലോങ് വിത്ത് ദ സിമെന്റേഷൻ സൊല്യൂഷൻ. സിമെന്റേഷൻ സൊല്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്, അത് നമ്മൾ രണ്ടിലും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ബയോ സ്റ്റിമുലേഷൻ പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുന്നത്, ഓൾറെഡി സോയിലിൽ പ്രസന്റ് ആയിട്ടുള്ള മൈക്രോബ്സിനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്നാൽ ബയോ ഓഗ്മെന്റേഷനിൽ എന്ത് ചെയ്യും, നമ്മൾ ലബോറട്ടറി കൾച്ചേർഡ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ നമ്മൾ സോയിലിലേക്ക് സപ്ലൈ ചെയ്യാണ് ചെയ്യുക. അതാണ് ഈ രണ്ട് മെത്തേഡും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇനി അടുത്തതാണ് മൈക്രോ ബയോളജിക്കൽ മെക്കാനിസം. ഈ പറഞ്ഞ ബാക്ടീരിയാസ് ഈ സോയിലിൽ എന്താണ് ചെയ്യുന്നത്, ഈ സോയിൽ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് മെത്തേഡ്സ് എന്ന് വെച്ചാൽ ഏത് രീതിയിലാണ് ഈ ബാക്ടീരിയാസ് സോയിലിലേക്ക് വരുന്നതെന്നാണ്. ഒന്നെങ്കിൽ സോയിലുള്ള ബാക്ടീരിയ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ്ട്രാ ലബോറട്ടറി കൾച്ചേർഡ് ആയിട്ടുള്ള ബാക്ടീരിയാസ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിന്റെ മെക്കാനിസം എന്താണ്, ഈ ബാക്ടീരിയാസ് സോയിലിൽ ചെയ്യുന്നത്. അത് രണ്ട് കാറ്റഗറിയാണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആണ് ബയോ ക്ലോഗിങ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ബയോ സിമെന്റേഷൻ. ആ രണ്ട് രീതിയിലാണ് ഇത് ഗ്രൗണ്ട് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ബയോ ക്ലോഗിങ് നമുക്ക് ആദ്യം നോക്കാം. ബയോ ക്ലോഗിങ്ങിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് മൈക്രോബ്സിനെ അല്ലെങ്കിൽ ബാക്ടീരിയാസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യും, ചില സബ്സ്റ്റൻസസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ബയോഫിലംസ് അല്ലെങ്കിൽ ബയോമാസ്, അതുപോലുള്ള സാധനങ്ങൾ. അതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്കറിയാം സോയിൽ എന്താണ്, ഒരുപാട് പോർസ് അല്ലെങ്കിൽ വോയിഡ്സ് ഉണ്ട്. ഈ മൈക്രോബ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സബ്സ്റ്റൻസസ് പോയിട്ട് ഈ വോയിഡ്സ് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് ഈ ബയോ ക്ലോഗിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ. സോയിലുള്ള വോയിഡ്സിലെല്ലാം ഈ മൈക്രോ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് പോയിട്ട് ഫില്ല് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ വാട്ടർ പെനിട്രേഷനെ അത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സോയിലിന്റെ പെർമിയബിലിറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ബയോ ക്ലോഗിങ്ങിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സോയിൽ പെർമിയബിലിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യേണ്ട ഒരു കേസ് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഇപ്പൊ ബയോ ക്ലോഗിങ്ങിൽ എന്ത് ചെയ്യാണ്, ഈ ബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് പോയിട്ട് പോർസ് അല്ലെങ്കിൽ വോയിഡ്സ് ഫില്ല് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു, സോയിലിന്റെ പെർമിയബിലിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ദാറ്റ് ഈസ് ബയോ ക്ലോഗിങ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ബയോ സിമെന്റേഷൻ. ബയോ സിമെന്റേഷന്റെ മെക്കാനിസം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലത്തെ ബാക്ടീരിയാസ് സിമെന്റേഷൻ സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മിനറൽസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അത് മെയിൻ ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന മിനറലാണ് കാൽസ്യം കാർബണേറ്റ്. അപ്പൊ ഈ കാൽസ്യം കാർബണേറ്റ് സോയിലിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിലിന്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരും. സോയിലിന്റെ സ്ട്രെങ്ത്, സ്റ്റിഫ്നെസ്, സ്റ്റെബിലിറ്റി
ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഈ ഇറോഷൻ കൺട്രോൾ ചെയ്യും, സെറ്റിൽമെന്റ് റെഡ്യൂസ് ചെയ്യും. അതിലൊക്കെ നമുക്ക് ബയോസിമെന്റേഷൻ യൂസ് ചെയ്യാം. ബയോസിമെന്റേഷനിൽ നടക്കുന്ന എന്താണ്, ഈ ബാക്ടീരിയാസ് മിനറൽസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. ഇതാണ് ബയോ ക്ലോഗിംഗ് ആൻഡ് ബയോസിമെന്റേഷൻ എന്ന് പറയുന്ന രണ്ട് മെത്തേഡ്സ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ്, നമ്മൾ അനേറോബിക് ബാക്ടീരിയാസിനെ അല്ലെങ്കിൽ അനേറോബിക് മൈക്രോ ഓർഗാനിസത്തിനെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അവർക്ക് എന്തിനുള്ള കഴിവുണ്ട്, ഓക്സിജൻ ഉണ്ടെങ്കിലും ഓക്സിജൻ ഇല്ലെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അനേറോബിക് ബാക്ടീരിയാസ് എന്ന് പറയുന്നത്. ദേ ക്യാൻ സർവൈവ് വിത്ത് ഓർ വിത്തൗട്ട് ഓക്സിജൻ. അപ്പൊ അതിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബയോ ക്ലോഗിംഗ് അല്ലെങ്കിൽ ബയോസിമെന്റേഷൻ ടെക്നിക്സ് ചെയ്തിട്ട് സോയിലിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് മെയിൻ ആയിട്ട് ഇംപ്രൂവ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ മൈക്രോബ്സ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു മിനറൽ ആണ് കാൽസ്യം കാർബണേറ്റ്. ഈ കാൽസ്യം കാർബണേറ്റ് സോയിലിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു നോക്കിക്കേ. It increases the bearing capacity of soil and it improves the stiffness, it reducing the chance of liquefaction and decreasing the permeability. ഇതെല്ലാം ഈ കാൽസ്യം കാർബണേറ്റ് സോയിലിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ മൈക്രോബ്സിനെ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു സസ്റ്റൈനബിൾ മെത്തേഡാണ് ഈ മൈക്രോബ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. എക്സ്ട്രാ നമ്മൾ സോയിലിലേക്ക് എന്തെങ്കിലും പൊല്യൂട്ടൻ്റോ ഒന്നും നമ്മൾ കൊടുക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് അതൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡാണ്. ഈവൻ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലാക്ക് കോട്ടൺ സോയിലിനെ വരെ നമുക്ക് എന്താ പറയുക, അതിൻ്റെ സ്വെല്ലിംഗ് എഫക്ട്സും ബിയറിംഗ് കപ്പാസിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മൈക്രോബിയൽ സോയിൽ സ്റ്റെബിലൈസേഷൻ ആണ്. ഫസ്റ്റ് വൺ ആണ് ടൈപ്പ് അല്ലെങ്കിൽ സ്പീഷീസ് ഓഫ് മൈക്രോബ് യൂസ്ഡ്. നമ്മൾ ഏത് മൈക്രോബിനാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത് ബാസിലസ് ഗ്രൂപ്പിൽ പെടുന്ന ബാക്ടീരിയാസ് ആണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് യൂറീസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസിനെയാണ് നമ്മൾ ഈ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാസിലസ് ഗ്രൂപ്പിൽ പെടുന്ന ബാക്ടീരിയാസിന് യൂറീസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ പെടുന്ന ബാക്ടീരിയാസിനെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു സ്റ്റെബിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു ഫാക്ടറാണ് എമൗണ്ട് ഓഫ് മൈക്രോബ്സ് യൂസ്ഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു യൂറീസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസിനെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യൂറീസ് എൻസൈമിന്റെ പ്രൊഡക്ഷൻ കൂടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹൈ എമൗണ്ടിൽ നമ്മൾ മൈക്രോബ്സ് യൂസ് ചെയ്യണം. കൂടുതൽ മൈക്രോബ്സിനെ യൂസ് ചെയ്യുമ്പോഴാണ് അത് യൂറീസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് പറ്റും, കൂടുതൽ കാൽസ്യം കാർബണേറ്റ് നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് എമൗണ്ട് ഓഫ് മൈക്രോബ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ. ഇനി അടുത്തതാണ് സിമെന്റേഷൻ സൊല്യൂഷൻ മൊളാരിറ്റി. നമ്മൾ പറഞ്ഞായിരുന്നു ഈ ബയോളജിക്കൽ മെത്തേഡിൽ നമ്മൾ ഈ ബാക്ടീരിയാസിന്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, സിമെന്റേഷൻ സൊല്യൂഷനും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ലോ കോൺസെൻട്രേഷൻ ആണ്. അത് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. മൈക്രോബ്സിന്റെ അളവ് കൂടുതലാണ്, ഹൈ എമൗണ്ട് ഓഫ് മൈക്രോബ്സ് നമ്മൾ കൊടുക്കണം. പക്ഷെ ലോവർ കോൺസെൻട്രേഷനിലാണ് നമ്മൾ ഈ സിമെന്റേഷൻ സൊല്യൂഷൻ കൊടുക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതൊരു ഹൈ എമൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള കാൽസ്യം കാർബണേറ്റിന്റെ പ്രസിപ്പിറ്റേഷൻ നടക്കും. നമ്മളിത് ഇഞ്ചെക്ട് ചെയ്യുന്ന സ്ഥലത്ത് അപ്പം തന്നെ ഒരുപാട് കാൽസ്യം കാർബണേറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് പെട്ടെന്ന് എന്ത് സംഭവിക്കും, ഈ പോർസ് എല്ലാം ക്ലോഗ് ആയി പോകും. അപ്പം നമുക്ക് നല്ല രീതിയിൽ അവിടെ സോയിൽ സ്റ്റെബിലൈസേഷൻ നടക്കില്ല. പക്ഷെ നമ്മൾ ലോവർ കോൺസെൻട്രേഷനിലാണ് കൊടുക്കുന്നതെങ്കിൽ യൂണിഫോം ആയിട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു പ്രസിപ്പിറ്റേഷൻ ആയിരിക്കും നടക്കുക. അതുകൊണ്ട് ലോവർ കോൺസെൻട്രേഷൻ ആണ് നല്ലത്. അത് രണ്ടും മാറിപ്പോവാതെ പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മൾ ഈ എമൗണ്ട് ഓഫ് മൈക്രോബ്സ് ഹൈ ആണ്, പക്ഷേ സിമെന്റേഷൻ സൊല്യൂഷൻ എന്ത് കൊടുക്കണം, ലോവർ കോൺസെൻട്രേഷനിൽ കൊടുക്കണം. ഇനി അടുത്തതാണ് pH ഓഫ് ദ സിസ്റ്റം. നമുക്കറിയാം സോയിലിന്റെ pH വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ സോയിൽ ഭയങ്കര അസിഡിക് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ബാക്ടീരിയാസിനെ വളർത്താനായിട്ട് പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു pH റേഞ്ച് എന്ന് പറയുന്നത് 7 to 9 ആണ്. 7 to 9 ആണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു pH, സോയിലിന്റെ pH റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് യൂണിഫോം ആയിട്ട് ഈ കാൽസ്യം കാർബണേറ്റിന്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നടക്കുക. ഇനി അടുത്തതാണ് മൈക്രോബ് ആൻഡ് സിമെന്റേഷൻ സൊല്യൂഷൻ ഇഞ്ചക്ഷൻ മെത്തേഡ്സ്. നമ്മളിത് സോയിലിലേക്ക് ഈ മൈക്രോബിനെയും അല്ലെങ്കിൽ സിമെന്റേഷൻ സൊല്യൂഷനൊക്കെ ഇഞ്ചക്ട് ചെയ്യുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് നമ്മളൊരു പ്രോപ്പർ വേയിൽ ഇഞ്ചക്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ മൈക്രോബ്സിനെ നമ്മുടെ സോയിലിൽ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ.
അല്ലാത്ത ഇപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ പ്രോപ്പർ ആയിട്ടല്ല ഇത് ചെയ്യുന്നതെങ്കിൽ വേണമെങ്കിൽ മൈക്രോബ്സ് എന്ത് ചെയ്യാം, ഫ്ലഷ്ഡ് ഔട്ട് ആയി പോകാം. ഈ കാൽസ്യം കാർബണേറ്റിന്റെ പ്രസിപ്പിറ്റേഷൻ യൂണിഫോം അല്ലാതെ നടക്കാം. പിന്നെ ഈ ട്രീറ്റ് ചെയ്യുന്ന സോയിലിന്റെ സ്ട്രെങ്ത് കുറയാം. അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിട്ടുള്ള പ്ലാനിങ് ഓഫ് ഇഞ്ചക്ഷൻ പ്രൊസീജിയർ നമുക്ക് വേണം. ഇനി അടുത്തൊരു ഫാക്ടറാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, കാരണം നമുക്കറിയാം ഈ ബാക്ടീരിയാസിന്റെ ഒക്കെ ആക്ഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചറുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. ഹൈ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈക്രോബിയൽ മെറ്റബോളിസം കൂടും. അവർക്ക് കൂടുതൽ കാൽസ്യം കാർബണേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റും ഹയർ ടെമ്പറേച്ചർ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഹയർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെമ്പറേച്ചർ കൂടാനും പറ്റില്ല. ഒരു 50 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് അതിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. കാരണം ടു ഹൈ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ മൈക്രോബ്സ് ചത്തുപോകും. എന്ത് ചെയ്യും, ഒരുപാട് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് മൈ കിൽ ദ മൈക്രോബ്സ്. അതുകൊണ്ട് തന്നെ ഒരു അറൌണ്ട് 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷെ അതെന്താണ്, ഒരു ഹയർ ടെമ്പറേച്ചർ ആണ്. ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇനി അതർ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ആണിത്. ടൈപ്പ് ഓഫ് സോയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ സോയിലും ചിലപ്പോൾ ഇത് നമുക്ക് പറ്റണം എന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് സോയിലും പല രീതിയിലാണ് ഇതിനോട് റിയാക്ട് ചെയ്യുന്നത്. ഈ പാർട്ടിക്കിൾ സൈസും പോറോസിറ്റിയും ആ സോയിലുള്ള മിനറൽ കണ്ടന്റും അതെല്ലാം വെച്ചിട്ട്. ഇനി ഡിഗ്രി ഓഫ് കോമ്പാക്ഷൻ. ഹൈലി കോമ്പാക്റ്റഡ് സോയിൽസിലാണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ മൈക്രോബ്സിന് അങ്ങനെ മൂവ്മെന്റും കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അപ്പോൾ അവിടെ കാൽസ്യം കാർബണേറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ കുറവായിരിക്കും. അപ്പോൾ ഡിഗ്രി ഓഫ് കോമ്പാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ന്യൂട്രിയന്റ് അവൈലബിലിറ്റി അറിയാലോ, മൈക്രോബ്സിന് സർവൈവ് ചെയ്യണമെങ്കിൽ സോയിലിൽ ന്യൂട്രിയൻസ് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ ലാക്ക് ഓഫ് ന്യൂട്രിയൻസ് ആണെങ്കിൽ യൂറീസിന്റെ പ്രൊഡക്ഷനെയും എല്ലാം അത് അഫക്റ്റ് ചെയ്യും. ഇനി അടുത്തതാണ് പ്രസൻസ് ഓഫ് പ്രിഡേറ്ററി ഓർഗാനിസംസ്. നമ്മളിപ്പോൾ മൈക്രോബ്സിനെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ, അതിനെ കൺസ്യൂം ചെയ്യുന്ന മറ്റ് പല മൈക്രോ ഓർഗാനിസംസ് വേറെ ഉണ്ടാവും. അപ്പൊ അതുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇപ്പൊ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോബിനെ അത് കില്ല് ചെയ്യും. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമുക്കൊരു അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല. പിന്നെ ക്യൂറിംഗ് ടൈം ആൻഡ് കണ്ടീഷൻസ് ആണ്. പ്രോപ്പർ ക്യൂറിംഗ് ആൻഡ് റെസ്റ്റിംഗ് പീരീഡ് നമ്മൾ കൊടുക്കണം. ഈ കാൽസ്യം കാർബണേറ്റിന്റെ ക്രിസ്റ്റൽസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ഒരു ടൈമിങ്ങും നമ്മൾ കൊടുക്കണം. അതാണ് അതർ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ്. ഇത്രയുമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു മൈക്രോബിയൽ സോയിൽ സ്റ്റെബിലൈസേഷന്റെ ഫാക്ടേഴ്സ്. ടൈപ്പ്, യൂസ് ചെയ്യുന്ന മൈക്രോബിന്റെ ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ബാസിലസ് ഗ്രൂപ്പിലുള്ള യുറീസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് മൈക്രോബ് ആണ് അടുത്തൊരു ഫാക്ടർ. നമ്മൾ എന്ത് ചെയ്യണം, മൈക്രോബ്സിന്റെ കോൺസെൻട്രേഷൻ ഹൈ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ യൂറീസ് എൻസൈം പ്രൊഡക്ഷൻ നമുക്ക് നടക്കും. സിമെന്റേഷൻ സൊല്യൂഷൻ മൊളാരിറ്റി ലോ കോൺസെൻട്രേഷൻ ആണ് നല്ലത്, എങ്കിലാണ് യൂണിഫോം ആൻഡ് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു പ്രസിപ്പിറ്റേഷൻ നടക്കുക. പിഎച്ചിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 7 to 9 ആണ്. പിന്നെ അടുത്തതാണ് ഇഞ്ചക്ഷൻ മെത്തേഡ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള ഇഞ്ചക്ഷൻ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യണം. ടെമ്പറേച്ചർ ആണ് അടുത്തൊരു ഫാക്ടർ. ഹയർ ടെമ്പറേച്ചറിൽ മൈക്രോബിയൽ മെറ്റബോളിസം കൂടും, കൂടുതൽ കാൽസ്യം കാർബണേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പക്ഷെ ഒരു അറൌണ്ട് ഒരു 50 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ടു ഹൈ ടെമ്പറേച്ചർ വന്നിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയാസിനെ അത് കില്ല് ചെയ്യും. ഇനി അതർ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ആണ് ഈ ടൈപ്പ് ഓഫ് സോയിൽ, ഡിഗ്രി ഓഫ് കോമ്പാക്ഷൻ, ന്യൂട്രിയന്റിന്റെ അവൈലബിലിറ്റി, പ്രസൻസ് ഓഫ് പ്രിഡേറ്ററി ഓർഗാനിസംസ്, പിന്നെ ലാസ്റ്റ് ആണ് ക്യൂറിംഗ് ടൈം ആൻഡ് കണ്ടീഷൻസ്. ഇത്രയുമാണ് ഈ മൈക്രോബിയൽ മെക്കാനിസത്തിന്റെ ഒരു ഫാക്ടേഴ്സ്. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് ആപ്ലിക്കേഷൻസ് ഓഫ് മൈക്രോബിയൽ ഇൻ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. ഈ മൈക്രോബിയൽ മെത്തേഡ് നമുക്ക് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഒന്നാമത്തേതാണ് റെയിൻഫോഴ്സിംഗ് ഓർ സ്റ്റെബിലൈസിംഗ് സോയിൽ ടു ഫെസിലിറ്റേറ്റ് ദ സ്റ്റെബിലിറ്റി ഓഫ് ടണൽസ് ഓർ അണ്ടർഗ്രൗണ്ട് കൺസ്ട്രക്ഷൻ. ടണലിന്റെയും അണ്ടർഗ്രൗണ്ട് കൺസ്ട്രക്ഷനിലെല്ലാം നമുക്ക് സോയിൽ സ്റ്റെബിലൈസേഷൻ ആയിട്ടും റെയിൻഫോഴ്സ്മെന്റ് ആയിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ പൈൽഡ് ആൻഡ് നോൺ പൈൽഡ് ഫൗണ്ടേഷൻസിന്റെ ബിയറിംഗ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ലിക്വിഫാക്ഷൻ പൊട്ടൻഷ്യൽ റെഡ്യൂസ് ചെയ്യും. പേയ്മെന്റ് സർഫസിനെ ട്രീറ്റ് ചെയ്യാൻ, ട്രീറ്റിംഗ് ദ പേയ്മെന്റ് സർഫസ്. പിന്നെ സ്ട്രെങ്തനിങ് ദ ടെയിലിംഗ് ഡാംസ് ടു പ്രിവെന്റ് ഇറോഷൻ ആൻഡ് സ്ലോപ്പ് ഫെയിലിയർ. ഡാമിന്റെ സ്ട്രെങ്തനിങ്ങിൽ അതിന്റെ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാനും സ്ലോപ്പ് ഫെയിലിയർ കുറയ്ക്കാനും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്തതാണ് ബൈൻഡിങ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഓൺ എക്സ്പോസ്ഡ് സർഫസസ് ടു റെഡ്യൂസ് ഡസ്റ്റ് ലെവൽസ്. ഡസ്റ്റ് ലെവൽസ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇൻക്രീസിംഗ് ദ റെസിസ്റ്റൻസ് ഓഫ് ഓഫ് ഷോർ സ്ട്രക്ചർ to erosion of sediment within or beneath the gravity foundations and pipeline. Offshore structures നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ സ്റ്റെബിലൈസിംഗ് പൊല്യൂട്ടൻസ് ഫ്രം സോയിൽ,
by binding, and last one controlling erosion in coastal area and rivers. ഇത്രയൊക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്ന ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് മൈക്രോബിയൽ മെക്കാനിസം ആയിരുന്നു, ബയോക്ലോഗിങ്ങും ബയോസിമെന്റേഷനും പിന്നെ അതിന്റെ ഫാക്ടേഴ്സും. ഓക്കെ.